ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 10. കന്യകയുടെയും ജോസഫിൻ്റെയും വിവാഹം. അവളുടെ സഖിമാരും അധ്യാപികമാരും ആനന്ദഭരിതരാണ്. എലിസബത്തും കൂടെയുണ്ട്. മേരി അണിഞ്ഞൊരുങ്ങിയ നവവധു ഇപ്പോൾ അതീവ സുന്ദരിയാണ്. മഞ്ഞുപോലെ വെണ്മയേറിയ അവളുടെ വസ്ത്രം സാധാരണ തുണി കൊണ്ടുള്ളതാണെങ്കിലും അതിവിശിഷ്ടമായി നെയ്തിരിക്കുന്നതുകൊണ്ട് വിലയേറിയ വെള്ള സിൽക്ക് പോലെ തോന്നിക്കുന്നു. വളരെ ഇടുങ്ങിയ അരക്കെട്ടിനെ അലങ്കരിക്കുന്ന വെള്ളിത്തട്ടിൽ സ്വർണ്ണ നൂലിൽ ചിത്രപ്പണി ചെയ്തിരിക്കുന്ന മെഡലുകൾ പരസ്പരം ചെയിൻ കൊണ്ട് ബന്ധിച്ചിട്ടുള്ളവയാണ്. ഉടുപ്പിൻ്റെ കഴുത്ത് ചുരുക്കി ബെൽറ്റിൻ്റെ മാതൃകയിൽ തന്നെ വലിപ്പം കുറഞ്ഞ സ്വർണ്ണ റോസുകളും വെള്ളി നൂലിലുമുള്ള ചിത്രപ്പണികളുള്ള ഒരു വലയം ചങ്ങലകൾ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ അതിസുന്ദരമായ വെളുത്ത മുഖം ഭംഗിയായി പിന്നിക്കെട്ടി മുടി വെള്ളി ഹെയർപിൻ കുത്തി ഉറപ്പിച്ചിരിക്കുന്നു. അമ്മയുടെ നേർത്ത ശിരോവസ്ത്രമാണ് തലയിൽ അണിഞ്ഞിരിക്കുന്നത്. അവൾ വെള്ളിക്കൊളുത്തുകളുള്ള വെള്ളത്തുകൽ ചെരുപ്പുകൾ ധരിച്ചിരിക്കുന്നു. എലിസബത്ത് അവളുടെ അമ്മയുടെ ആഭരണങ്ങളൊക്കെ 3 വലിയ പെട്ടികളിലായി കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിൽ മേരി ഒന്നും ധരിക്കുന്നില്ല, കാരണം വളകളെല്ലാം വലുതാണ്. സോളമൻ്റെ മുദ്ര അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഒലിവിൻ്റെയും പനകളുടെയും ഇലകളും റോസാപ്പൂക്കളും ലില്ലിപ്പൂക്കളും അതിൽ മനോഹരമായി കൊത്തിയിരിക്കുന്നു. അത് ദാവീദിൻ്റെ കുടുംബത്തിൻ്റേതാണ്. ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ തലമുറയായി വിവാഹത്തിന് ഇത് ധരിച്ചു പോന്നു. കൂട്ടുകാരികൾക്കെല്ലാം മണവാട്ടിയെ കണ്ടിട്ട് മതി വരുന്നില്ല. അതിനിടയിൽ അധ്യാപികമാർ വന്ന് വരാൻ സമയമായി എന്നറിയിക്കുന്നു. അവർ അവളെ അനുഗ്രഹിക്കുന്നു. ഫനുവേലിൻ്റെ പുത്രി അന്ന മകളെ എന്ന് വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ മേരി കരയുന്നു. എലിസബത്ത് അവളെ അമ്മയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ഓർമ്മിപ്പിക്കുന്നു. അവളുടെ വിവാഹത്തിനുള്ള ചമയങ്ങളെല്ലാം ഒരുക്കി വച്ചതിലൂടെ അമ്മയുടെ അനുഗ്രഹങ്ങളും അമ്മയുടെ സാന്നിധ്യവും അവളോടുകൂടി ഉള്ളതായി പറയുന്നു. വിശുദ്ധനായ നവവരൻ ഈ സമയം സക്രിയാസിനോടൊപ്പം കയറി വരുന്നു. മൊത്തത്തിൽ നല്ല രാജകീയ മഹത്വം തുളുമ്പുന്ന യുവാവ്. സുവർണ മഞ്ഞ വസ്ത്രധാരിയായ അദ്ദേഹം കിഴക്കു നിന്നുള്ള ഏതോ രാജകുമാരനെ പോലുണ്ട്. മനോഹരമായ ഒരു ബെൽറ്റിൽ സഞ്ചിയും വാളും തൂക്കിയിട്ടിരിക്കുന്നു. രണ്ടും സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാര പണികളുള്ളവ. ശിരോവസ്ത്രം തലപ്പാവ് പോലെയാണ് ധരിച്ചിട്ടുള്ളത്. വിലപിടിപ്പുള്ള ഒരു വലയം കൊണ്ട് അത് തലയിൽ ഉറപ്പിച്ചിരിക്കുന്നു. ആ വലയത്തിൽ മേർട്ടിൻ ചെടിയുടെ തലപ്പുകൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. തൊങ്ങലുകൾ പിടിപ്പിച്ചിട്ടുള്ള പുതിയ പുറങ്കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. സന്തോഷ നിമിത്തം ആളാകെ ശോഭിതനാണ്. പൂക്കളുള്ള മേർട്ടിൻ കുലകൾ കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. എൻ്റെ മണവാട്ടി, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് പൂക്കുലകൾ അവൾക്ക് കൊടുക്കുന്നു. എലിസബത്തും അധ്യാപികമാരും കൂടി ആ മേർട്ടിൻ പുഷ്പങ്ങളും റോസാപ്പൂക്കളും ചേർത്ത് മാലയുണ്ടാക്കി അവളുടെ ശിരസിൽ അണിയിച്ചു. മേരി പുറങ്കുപ്പായം ധരിക്കുന്നു. ഇരുതോളിലും വെള്ളിക്കൊളുത്തുകൾ ബന്ധിക്കാൻ ജോസഫ് സഹായിക്കുന്നു. എല്ലാം തയ്യാറായി. എന്നാൽ എന്തോ കാര്യത്തിനായി അവർ കാത്തു നിൽക്കുന്നു. ആ സമയം ജോസഫ് അവളോട് പറയുന്നു, നിന്റെ വ്രതത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ കുറേ ചിന്തിച്ചു. ഞാനും അതിൽ പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞല്ലോ. കൂടുതൽ ചിന്തിക്കും തോറും എനിക്ക് മനസ്സിലാകുന്നത് നാസീർ വ്രതം പല പ്രാവശ്യം നവീകരിച്ചാലും പോരാ എന്നാണ്. എനിക്ക് നിന്നെ മനസ്സിലായി മേരി. പ്രകാശത്തിൻ്റെ വചനങ്ങൾ ഞാൻ അർഹിക്കുന്നില്ല, എങ്കിലും അതിൻ്റെ നേരിയ ഒരു സ്വരം എൻ്റെ പക്കലെത്തുന്നുണ്ട്. നിന്റെ രഹസ്യത്തിൻ്റെ അന്തർധാരകൾ മനസ്സിലാക്കാൻ അതെന്നെ സഹായിക്കുന്നു. ഞാനൊരു സാധു മനുഷ്യനാണ്, വിദ്യാഭ്യാസവും സമ്പാദ്യമൊന്നുമില്ലാത്ത ഒരു തൊഴിലാളി. എന്നാൽ നിന്റെ പാദത്തിങ്കൽ എൻ്റെ നിധി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണ വിരക്തിയാണത്. ദൈവത്തിൻ്റെ കന്യകയായ നിന്റെ സമീപത്ത് നിൽക്കുന്നതിന് വേണ്ടി എന്നേക്കുമായി ഇത് ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, അടയ്ക്കപ്പെട്ട ഉദ്യാനമേ, മുദ്ര വയ്ക്കപ്പെട്ട നീരുറവയെ, ദൈവത്തിൻ്റെ കന്യകയെ, നമ്മുടെ പൂർവികന്മാർ ഉരുവിട്ട ഈ വചനങ്ങൾ നിന്നെ ഉദ്ദേശിച്ച് പാടിയതായിരിക്കണം. നാനാതരത്തിലുള്ള സുഗന്ധ ചെടികളും വിശിഷ്ട ഫലമുള്ള വൃക്ഷങ്ങളും വളരുന്ന ഈ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി ഞാൻ ജോലി ചെയ്തുകൊള്ളാം. നിന്റെ നിഷ്കളങ്കത എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മണവാട്ടി വരൂ എന്ന് പറഞ്ഞ് അവളെ വാതിൽക്കലേക്ക് ആനയിക്കുന്നു. എല്ലാവരും അവരെ അനുഗമിക്കുന്നു. പല അങ്കണങ്ങളും പൂമുഖങ്ങളും കടന്ന് അവരെ കാണാൻ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളുടെ മധ്യത്തിലൂടെ ഒരു ശാലയിലേക്ക് പോകുന്നു. ഒരു നിമിഷം അവിടെ കാത്തു നിൽക്കുന്നു. എല്ലാവരും അവരുടെ പിന്നിൽ നിൽക്കുന്നു. പ്രധാന പുരോഹിതൻ മഹിമയോടെ എഴുന്നള്ളുന്നു. അദ്ദേഹം വധുവിൻ്റെ വലതുകരം
വരൻ്റെ വലതുകരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷമായി അവരെ ആശീർവദിക്കുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവൻ നിങ്ങളെ യോജിപ്പിച്ച് അവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തിയാക്കട്ടെ. അവൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനേകം തലമുറകൾക്ക് നിങ്ങൾ ജന്മം നൽകട്ടെ. നിങ്ങൾക്ക് ദീർഘായുസ്സും അബ്രഹാമിൻ്റെ മടിയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഭാഗ്യമരണവും ലഭിക്കട്ടെ. വിവാഹ വാഗ്ദാനം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഒരു വലിയ വണ്ടി അവരെ കാത്തു നിൽക്കുന്നു. കണ്ണുനീരോടെ എല്ലാവരോടും വിട ചോദിച്ച് അനുഗ്രഹവും വാങ്ങി മേരി വണ്ടിയിൽ കയറുന്നു. സക്കറിയാസും എലിസബത്തും അവരുടെ കൂടെയുണ്ട്. വാഹനം മുന്നോട്ട് നീങ്ങുന്നു. ക്രമേണ ദൈവാലയ മതിൽക്കെട്ടുകളും പട്ടണത്തിൻ്റെ മതിലുകളുമെല്ലാം പിന്നിലായി മറയുന്നു. ഈശോ പറയുന്നു, മുദ്ര വയ്ക്കപ്പെട്ട പുസ്തകമായ അമലോത്ഭവ കന്യകയെ ജോസഫ് എങ്ങനെ വായിച്ചു? അമാനുഷികമായ ഒരു രഹസ്യത്തെ എങ്ങനെ കണ്ടു? പ്രവാചകന്മാർ അറിയിച്ചിരുന്ന രഹസ്യത്തിൻ്റെ പടിക്കൽ എങ്ങനെ എത്തി? സാധാരണക്കാർ ഒരു വലിയ പുണ്യമെന്ന് മാത്രം കരുതുന്ന കന്യാത്വം എന്ന രഹസ്യത്തെ ജോസഫ് മാനുഷികമായ അറിവ് കൊണ്ടല്ല, സ്വഭാവാതീതമായ ജ്ഞാനത്താലാണ് കണ്ടത്. അവരുടെ ആധ്യാത്മിക സമ്പർക്കത്തിൽ അധരങ്ങൾ കൊണ്ടുള്ള സംസാരത്താലല്ല, ആത്മാവിൻ്റെ ചേതനയിൽ രണ്ടു ഹൃദയങ്ങൾ സംസാരിക്കുന്നു. അവിടെ ദൈവത്തിന് മാത്രമേ അവരുടെ സ്വരം ശ്രവിക്കാൻ കഴിയൂ. ജോസഫ് പൗരുഷത്തിൻ്റെ മാതൃകയായ മനുഷ്യൻ, എങ്കിലും വിരക്ത ജീവിതം നയിച്ച ദൈവത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. പറുദീസായുടെ കാവൽദൂതനെ പോലെ ദൈവത്തിൻ്റെ വിശുദ്ധ പേടകത്തിൻ്റെ കാവൽക്കാരനായിരുന്നു ജോസഫ്. നിർമ്മലയായി തനിക്ക് തന്നവളെ നിർമ്മലയായി തന്നെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കണമായിരുന്നു. ദൈവത്തിനു വേണ്ടി അവളെ നിർമ്മലയായി കാത്തു സൂക്ഷിക്കണമായിരുന്നു. അവളുടെ വിശ്വസ്ത സേവനത്തിനായി സ്വയം നൽകുകയായിരുന്നു ജോസഫ്. എൻ്റെ ഭൗതിക പിതാവ് സ്തുതിക്കപ്പെടട്ടെ. മുദ്രിതമായ ഗ്രന്ഥം വായിച്ച മഹത്വമേറിയ പുണ്യപുരുഷന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനം സിദ്ധിച്ച ജോസഫിൻ്റെ മുമ്പിൽ മേരി പുതിയ ഹവ്വ, അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമല്ല, അതിലും ഉപരിയായിരുന്നു. ജീവവൃക്ഷത്തിൻ്റെ ജീവനും ആത്മാവും ജ്ഞാനവുമായിരുന്നു. ജോസഫിന് ലോകരക്ഷകനെയും രക്ഷകന്റെ അമ്മയെയും ശത്രുക്കളുടെ കെണിയിൽ നിന്ന് രക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ജോസഫിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ.